Welcome to Eswatini. ഗുഡ് മോർണിംഗ്. അതെ, യാത്രകളുടെ അതിരുകളില്ല ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു സഫാരിക്ക് റെഡിയാണോ? ഞങ്ങൾ നിൽക്കുന്നത് ഹാനി നാഷണൽ പാർക്ക്, ഇസ്വാത്തിനിയിലെ ഹാനി നാഷണൽ പാർക്കിലാണ്. ഞങ്ങൾ ഒരു സെൽഫ് ഡ്രൈവ് സഫാരിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഞങ്ങളിവിടെ ക്യാമ്പ് ചെയ്തു. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഓൾ സെറ്റാണ്. അപ്പം നമുക്ക് തുടങ്ങുമല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ ഒട്ടും സമയം കളയുന്നില്ല. ഇത് ഞങ്ങൾ ഇസ്വാത്തിനി അല്ലെങ്കിൽ സ്വാസിലാൻഡിലെ ഡേ 3 ആണ്. അപ്പം എക്സൈറ്റിംഗ് ആയിട്ടുള്ള സഫാരിയും പരിപാടികളൊക്കെ, വണ്ടിയെല്ലാം റെഡിയാക്കി. ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ മുകളിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ഇന്നലത്തെ ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ കണ്ടു കാണും. അപ്പോൾ ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഒരുക്കങ്ങളും പാക്കിങ്ങും പ്രിപ്പറേഷനും ഫുഡും എല്ലാം ഒന്ന് പെട്ടെന്ന് പോയി കാണുമ്പോഴേക്കും ഞങ്ങൾ വണ്ടി ഫൈനൽ ബിറ്റ് ക്ലോസിങ്ങും ചെയ്ത് നമുക്ക് വിട്ട് കയറി പോവാം അല്ലേ? ആനിമൽസ് ഇന്ന് ആരെയൊക്കെയാ സ്പോട്ട് ചെയ്യേണ്ടത് സിയാനെ? ഓക്കെ. അപ്പം നമ്മൾ ഓൾ സെറ്റ് എല്ലാവരും പിന്നെ ഭയങ്കര സഫാരി കോസ്റ്റ്യൂമിലാണ്. അപ്പം നമുക്ക് ആനിമൽസിനെ സ്പോട്ട് ചെയ്ത് ഇന്നത്തെ ദിവസം നല്ല സ്പോട്ടിങ് ഉണ്ടാവട്ടെ. ഇന്നലെയൊക്കെ ഒത്തിരി നല്ല സ്പോട്ടിങ് കിട്ടി. അപ്പോൾ ബിയോണ്ട് ദ ബോർഡറിൻ്റെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബിയോണ്ട് ദ ബോർഡറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചായ റെഡി, ബ്രെഡ് ഓംലെറ്റ് റെഡി, പിള്ളേരെല്ലാം കഴിക്കുന്നു. ഇത് ഇന്നും ബ്രെഡാന്ന്, പക്ഷേ ബ്രെഡ് ഓംലെറ്റ് ആണ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. നൂഡിൽസ് ചില ദിവസങ്ങളിൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നല്ല നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. ഈ വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മൾ പിന്നെ 14,500 രൂപ അടുത്ത് ചിലവ് വന്നു ഒരു ദിവസം സ്റ്റേക്ക്. പക്ഷേ ഇവിടെ നമ്മൾ വെറും 2,200 രൂപ 2,500 രൂപ മാക്സിമം അല്ലേ? 2,500 രൂപ മറ്റേ വരുന്നുള്ളൂ. ഒരു വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് കുളിക്കാനും പിന്നെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നടക്കും. വലിയ കറണ്ട് ഇല്ലായിരുന്നു അത്, പക്ഷേ നമുക്ക് ഇന്നലെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ നാഷണൽ പാർക്കിൻ്റെ സേഫ്റ്റി ഉണ്ട്, ഇതിൽ കൂടുതൽ എന്ത് വേണം, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം ഫുഡ് കഴിക്കുക. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഇത് വലിയൊരു ബജറ്റായി മാറും. നമുക്ക് 10,000-18,000 രൂപ എടുത്ത് വണ്ടി എടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ കൂടെ ഒരു 12,000 രൂപ സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ ഈ അങ്ങനെ ചെയ്യുന്നതിൻ്റെ അത് വലിയ അർത്ഥമില്ല. പിന്നെ നമ്മൾ 2-3 ദിവസമൊക്കെ മാറ്റി പിടിച്ച് തന്നെയെന്ന് വെച്ചാൽ പിള്ളേരുടെ ബർത്ത്ഡേ വന്നു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമുക്കും എല്ലാവർക്കും ഒരു കംഫർട്ട് വേണമല്ലോ, അതിൻ്റെ മടുപ്പ് ഉണ്ടാവരുത്. ഇതുവരെ മടുത്തോ? ഇനി ഒരു 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള എനർജി ഇല്ലേ? ഓക്കെ. അപ്പം നമ്മൾ അങ്ങനെ ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കഴിച്ചേടാ, മുട്ട തന്നെ എടുത്ത് കഴിക്കാതെ കള്ള ബ്രെഡ് ഓംലെറ്റ് എടുത്തിട്ട്. സഫാരിക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും രാവിലെ ഒരു സെക്ഷൻ കഴിഞ്ഞു, അടുത്ത സെക്ഷൻ നല്ല സ്പോട്ടിങ് ഉണ്ടായിരുന്നാ പറഞ്ഞത്. ആദ്യത്തെ വന്നവർ ചോദിച്ചപ്പം ജിറാഫിനെ കണ്ടോടാ? ഇല്ലല്ലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റാപ്പാണോടാ? ഹനുമാൻകായിൻ്റെ ആണോ? അപ്പോൾ രാവിലെ തന്നെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഈ ടെൻ്റ് ഒന്ന് മടക്കി കെട്ടി വെക്കുമ്പോഴേക്കും തന്നെ നമ്മൾ ഒന്ന് ടയേർഡാവും. അങ്ങനെയുണ്ട്. അപ്പം ഇവിടെ നോക്കി ഇപ്പം ഇത് വളരെ റിമോട്ടായിട്ട് സെൽഫ് സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, കറണ്ട് പോലും ഇല്ല. അപ്പം ചൂടുവെള്ളം ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ എങ്ങനെയാണ് നമുക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം അവർ കണ്ടിന്യൂസ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ കയറുമ്പം ഇന്നലെ വന്നപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2 റാന്തൽ വിളക്കുകൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവരതൊക്കെ മാറ്റി കേട്ടോ, രാവിലെ തന്നെ വന്നവരെല്ലാം ചെയ്തു കേട്ടോ. ഇതുപോലെ 2 റാന്തൽ വിളക്ക്, അതിൻ്റെ ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റി എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും കേട്ടോ. റാന്തൽ വിളക്ക് ഇങ്ങനെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കത്തിച്ച് വെച്ചേക്കുക. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ആരെങ്കിലും ടോയ്ലറ്റ് വരുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ തന്നെ വെക്കണം. എന്ന് വെച്ചാൽ വെട്ടം വേണമല്ലോ, രണ്ടാമതൊരാൾ വരുന്നുണ്ടെങ്കിൽ. ഇനി ഒരെണ്ണം നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രാവിലെ ആയപ്പോൾ അതെല്ലാം അവൻ്റെ ഗ്ലാസ്സൊക്കെ കരി പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ അവർ ക്ലീൻ ചെയ്തു. ഇത് ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ തന്നെയാണ് കേട്ടോ. എന്നാലോചിക്കണം, ഒരു റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്രയും നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണെന്ന് ആലോചിക്കണം. ഇത് പിന്നെ ഇവിടെയും ടോയ്ലറ്റ് ഉണ്ട്, അതുകൂടാതെ ഒത്തിരി ഷവർ ഏരിയ ഉണ്ട്. പിന്നെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു സംഭവം ഇതാണ്. ഇതുണ്ടോ, ഈ ഭാഗം കണ്ടോ, ഈ ലൈറ്റ് ഇച്ചിരി കുറവാണ്.
ഈ ഭാഗം എന്നാന്ന് വെച്ചാൽ തുണി അലക്കാൻ വേണ്ടി ഫിസിക്കലി നമ്മൾ പണ്ട് അലക്കുന്ന പോലെ ഇരിക്കാനും തുണി അലക്കാനും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നെ ഷവറുണ്ട്. അപ്പം നമ്മൾക്ക് ഷവറാണ് വേണ്ടത്. അതുപോലെ നമുക്ക് ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ആൾക്കാരില്ല. പക്ഷേ ഇത്രയും ഗസ്റ്റിന് വേണ്ടി ഇത്രയും സംഭവം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ടോയ്ലറ്റും ഷവർ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മാത്രം ആൾക്കാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലപ്പോൾ സീസണിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. അപ്പം നമുക്ക് ഫ്രഷായിട്ട് സ്പോട്ടിങ്ങിന് ഇറങ്ങാം. ഓക്കേ, ഒന്ന് കുളിച്ച് നല്ല ഫ്രഷായി. ഒത്തിരി പേര് നമുക്ക് വിശാലമായിട്ട് നിന്ന് കളിക്കാം. നമ്മൾ മാത്രമേ ഉള്ളൂ, അത്രയും ടോയ്ലറ്റും ഉണ്ട്. പക്ഷെ ഒറ്റൊരു കാര്യമുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചൂടുവെള്ളമല്ലല്ലോ നമ്മൾ ഈ പറയുന്ന വിറക് കത്തിച്ചിട്ടുണ്ടാകുന്ന വെള്ളമാണല്ലോ. അപ്പം അത്ര നാട്ടിലെ ഒരു ഗീസറിൽ നിന്ന് വരുന്ന ചൂടുണ്ടാവില്ല. പക്ഷേ ചെറിയൊരു ചൂട്, ലൈറ്റ് വാം വാട്ടറാണ്. അപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവസാനം വരുന്നവർ രാവിലെ വന്ന് കുളിക്കാത്തവർക്കൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പം താമസമില്ല. നിങ്ങൾ റെഡിയാണോ? റെഡി ആയി ഇതുവരെ? ഞാൻ റെഡി ആയില്ല ഇതുവരെ. വണ്ടിയിലെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു, എല്ലാം പാക്കാക്കി. അപ്പം നമുക്ക് സ്പോട്ടിങ് വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപടി സ്പോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. താമസിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം നമ്മളും പെട്ടെന്ന് തന്നെ വിട്ടേക്കുവാണ്. കേട്ടോ, സഫാരി വണ്ടികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ സഫാരി വണ്ടികളൊക്കെ സഫാരിക്ക് പോവുകയും വരികയൊക്കെ ചെയ്യാറ്. അപ്പം ഞങ്ങൾ സെൽഫ് ഡ്രൈവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഈ വണ്ടി കണ്ടപ്പോൾ ഇവിടെ ഒന്ന് കയറിയിരിക്കണം. അവനെ ഞങ്ങൾ സഫാരി കുപ്പായൊക്കെ ഇട്ടിപ്പിച്ച് അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ടാ? ലുക്ക് നൈസ്. യു വാണ്ട് ടു ഗോ ആൻഡ് സീ rhinos and giraffe? Are you all excited? Are you all excited? Okay. It's very easy. Very easy? Yeah. And also, along the road, this road, there are some giraffes here. Giraffes here. Yeah, so it's up to you. You go like this. This or the rhino? Or you come here, look at the rhinos. If you then come back, Okay. go like this. Okay. And then come back again. Okay. The exit is only one exit. You have to come this way. If you want to come back to camp. Yeah. You see, so all these are roads. Okay. So everything is end up here. Yeah, everything end up. So if you want, you find a road here, you go with it. Okay. And come back this straight long road. Okay. Oh yeah. Okay. Or try not to drive along the fences. Yeah. How many hours the longest I can go? How many hours? 2 hours? Depends on how fast you Half drive. hours. No, I don't want And to. how many Then I'm going to animals miss everything. Thank you. I'm going to give this one back. Thank you. I wish you all the best. Thank you. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ ഗൈഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരി ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, Welcome to Eswatini. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ സഫാരി റൈഡർ റെഡിയാണ് അല്ലേ? ഓക്കെ, സഫാരി റൈഡർ, സ്പെഷ്യലിസ്റ്റ് സഫാരി റൈഡർ. ഞങ്ങൾക്ക് റൈനോയും ജിറാഫിനെ സ്പോട്ട് ചെയ്തില്ലേ നമ്മൾ തെറ്റും അല്ലേടാ? നിന്റെ ക്യാപ്പ് എന്ത് ചെയ്യും? അതാണ് അമ്മയുടെ ഫേവറേറ്റ് സ്പീഡാ അല്ലേ? അല്ല, നീ ഗ്ലാസ് മാറ്റി ഇട്ടേക്കരുത്. അച്ഛ കറങ്ങി നടക്കുവാന്ന് അതിന്റെ അർത്ഥം അല്ലേ? കൊള്ളാം. എല്ലാം എടുത്തല്ലേ? കണ്ണാടി. ഓക്കെ, ഞാൻ ശരിയാക്കാം. ഓക്കെ, ഡ്രൈവർ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മള് പാർക്കിനോട് വിട പറയാണ്. ഇത് നമ്മൾ തന്നെ തുറക്കേണ്ട ഗേറ്റ് അല്ലേ? ഡ്രൈവറെ, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം മടിപ്പടിലാവും. അപ്പം ചെറു സ്പീഡിൽ പോയാലേ നമ്മൾ ഗേറ്റിന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി 4x4 ഒക്കെ എൻഗേജ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, ഇത് വരയില്ലാത്തത് അല്ലേ? വളരെ എൻ്റെ കൊമ്പ് കണ്ടോ? ഇറ്റ്സ് ഡിഫറെന്റ് ആക്ച്വലി. ഇല്ലേ, ജിറാഫിനെ കണ്ടോടാ? Amma is trying to find giraffe. നോക്ക അനങ്ങാതെ നിൽക്കുന്നു. Hi giraffe. ചെയ്യാനേ, ജിറാഫിന് ഹൈറ്റ് ഉണ്ടോടാ ആവശ്യത്തിന്? ജിറാഫ് മഴ കൊള്ളുവാടാ. ഇപ്പൊ ഇതിനടുത്തൊക്കെ വേറെ ജിറാഫുകളും കാണുമായിരിക്കും, ചാൻസ് ഉണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മാനുണ്ട് നമ്മുടെ ഫ്രണ്ടിലവിടെ. ഓ, ഇത് ബേബി അല്ല, പക്ഷെ ബിഗ് അല്ലേ? പേടിക്കല്ലേ അവരുടെ കൂടാകുമ്പോ.
ആ ഫ്രണ്ടിൽ എന്ന സാധനം ഇത് മാനുകളാ, മാന്റെ കുഞ്ഞുങ്ങൾ. സിയാനെ പോലല്ലേ. ഒത്തിരി സഞ്ചി അലക്കരുത്, ഓടി ഓടി പോകുന്ന കുഞ്ഞുങ്ങളാ. സിയാൻ കണ്ടോടാ റൈനനെ കണ്ടോടാ. സിയാൻ റൈനോ. ഇനി വേണം മോനെ ഈ ഫ്രണ്ടിലോട്ട് നോക്ക്, അവന്റെ അടുത്തോട്ട് വരും. ഇത് ബ്ലാക്ക് റൈനോ കേട്ടോ അല്ലേ? അതെ, അതോ മഴ പെയ്തുകൊണ്ട് ബ്ലാക്ക് ആയതാണോ? ഒരു മിനിറ്റ്, ഞാൻ ഇത് ബ്ലാക്ക് റൈനോ അല്ലേ? ഓടിപ്പോത്തില്ലായിരിക്കും അല്ലേ? സി ഈ ഹോൺ, അതിന്റെ അകത്ത് ചൈനീസ് എന്തോ അന്ധവിശ്വാസമുണ്ട്. ആ ഹോണിന്റെ അകത്ത് എന്തോ സംഭവമുണ്ട്, മെഡിക്കേഷൻ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഹോൺ കട്ട് ചെയ്യുവാണ് ഇവിടെ ആൾക്കാർ ഹണ്ട് ചെയ്ത്. അങ്ങനെയാണ് റൈനോസ് ഓൾമോസ്റ്റ് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ മാത്രം ഇസ്വാത്തിനിക്കാർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഇത് പിന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മാത്രമാണ് ഇപ്പം റൈനോസിനെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. അടുത്ത് വെച്ചോ, അടുപ്പിച്ച് വെച്ചോ. ഡ്രൈവർക്ക് പേടിയാണോ അങ്ങോട്ട് അടുത്തോട്ട് പോകാനോ? പോകാൻ പറ്റുമോ? അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ബേർഡ്സ് ഓൺ ടോപ്പ്. Oh, the birds eat like flies. Sian, you know why they call Big Five? No, look at the size actually, na? ആരൊക്കെയാണ് ബിഗ് ഫൈവ്? ആരൊക്കെയാ സിയാനെ? ബഫലോ. ഓക്കെ, ബിഗ് ഫൈവ്സ്. അപ്പം ഈ ബിഗ് ഫൈവില് എപ്പോഴും നമുക്ക് കാണാൻ കിട്ടാത്തൊരു പാർട്ടിയാണ് ഇവര്. ഓ, അവന്റെ ഒരു മസ്കുലർ മൂക്ക് അല്ലോ, എന്താ അവന്റെ കണ്ടോ, എന്താ സൈസല്ലേ. തള്ളിയിടും. വലിയ കുഴപ്പമില്ലാത്തവനാന്നാ പറയുന്നത് കേട്ടോ. ദേ ആർ ദ ഫയർ ഫൈറ്റേഴ്സ് ഓഫ് ജംഗിൾ, അറിയാവോ? ദേ ആർ ദ ഫയർ ഫൈറ്റേഴ്സ്. അവരെവിടെ ചെയ്യണം ആനയ്ക്ക് പിന്നെ. പക്ഷെ ഇവര് ഫയർ അട്രാക്ട് ചെയ്യപ്പെടും, ഫയർ ഉള്ളിടത്തേക്ക് ഓടി വരും. കാണേണ്ടത് ഓ, വരുന്നു മൂന്ന്. അവന്റെ ഹോൺ കണ്ടോ, ഓ അടിപൊളി അല്ലേ. അതെ അതെ, ഓ നൈസ് സഫാരി അല്ലേ. അതേ ഗെറ്റ് ദ ബെസ്റ്റ് സഫാരി അല്ലേ സഞ്ജയ? ബിഗ് മൗത്ത് അത്രയില്ല, സ്മോൾ മൗത്താ സഞ്ജയ. സഫാരി ലുക്ക് വെരി മീനിങ്ഫുൾ. നൈസ് സഫാരി അല്ലേ സിയാനെ? നോക്കിയേ, ഇത്ര ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂലടാ. ഇത്ര ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ ഇനിയും ക്ലോസ് ആയിട്ട് പോവാം. നോ താങ്ക് യു. ഡ്രൈവറെ, ഞങ്ങളെ കുറച്ചും കൂടെ ക്ലോസ് ആക്കി കാണിക്കാവോ? ഇവിടെ വെച്ചോ. ഓക്കെ ഓക്കെ, അവിടെ ഇരിക്കട്ടെ കേട്ടോ. അമ്മ കൊള്ളാം, സഫാരി അമ്മ കൊള്ളാം. എന്താ സ്കിന്നിന്റെ ടഫ്നെസ് കണ്ടോ. സംടൈം ഇറ്റ്സ് ഫീൽ ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ സേ. സൻസിയായുടെ സ്കിന്ന് പോലെ ഉണ്ടല്ലേ. നമ്മൾ എന്ത് പറഞ്ഞാലും സൻസിയക്ക് ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് അല്ലടാ. ബട്ട് ലുക്ക് ഹിസ് ഐസ്, സോ ലുക്ക് ഇന്നസെന്റ്. ബട്ട് ദറ്റ് ഹോൺ, ഓഹ്, ഇറ്റ് ക്യാൻ ഈസിലി പുൾ എ കാർ. നോക്കടാ, ദേർസ് എ ബേർഡ് സിറ്റിംഗ് ഓൺ ഹിസ് ലെഗ്. കണ്ടോ, ഡ്രൈ സ്കിന്നോ? ഓക്കെ. ഓ, സൻസിയ പറഞ്ഞത് മീനിങ് ഫുൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ ഡാർലി, കണ്ടോ ആ ബേർഡ്. അവന്റെ ഡ്രൈ സ്കിൻ എടുക്കാൻ പറ്റൂല സഞ്ജയ, അത്രയ്ക്കും ഹാർഡായി വരും. അടുത്ത് വരുമ്പോഴത്തേക്ക് ഹോണോ, ഐ ഡോണ്ട് തിങ്ക് ദേ ഫൈറ്റ് ഈച്ച് അതർ. ദേ ആർ നോട്ട് റിയലി ആംഗ്രി ഫൈറ്റർ. ദേ ആർ ലൈക്ക് അങ്ങനെയുള്ള അവര് ടാർഗറ്റ് ചെയ്യപ്പെട്ടപ്പോൾ മാത്രമേ അവര്. നമ്മൾ ലെഫ്റ്റ് ആണോ? അമ്മയുടെ ക്ലോസപ്പ് നോക്കുക. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ചാർജ് ചെയ്തു അല്ലേ എടാ. നോക്കുന്നുണ്ടോ? അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒറ്റ തിരിച്ചില്ല അല്ലേ. സഞ്ജയ് കണ്ടായിരുന്നോ? അങ്ങനല്ല, ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ തിരിച്ചു. അവൻ ഇങ്ങനെ പെട്ടെന്ന് വണ്ടി അടുത്തോട്ട് വന്നപ്പോ അവന്റെ ഒരു നാച്ചുറൽ റിയാക്ഷൻ. പക്ഷെ അവന്റെ ആ കമ്പ എന്റെ പേടി എന്നുവെച്ചാൽ അവൻ വന്നിട്ട് ചുമ്മാ ഒന്ന് തട്ടിച്ച് പോയാലും നമ്മള് വണ്ടിയുടെ ഒരു പാനൽ മൊത്തം മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കുത്തി മറിക്കാനും ചാൻസ് ഉണ്ട്. നീ ലുക്ക് ലിസ്റ്റ് നോക്കി പറയണോ? അതിന്റെ ഏതാ ഇത്? ബണ്ണി ഇയറോ? അന്നേരം പറയണ്ടായിരുന്നോ? ഇപ്പഴാണോ പറയുന്നത്?
അതൊക്കെ ഞങ്ങൾ റൈനോ ഇവിടെ ഇവിടെ ഇവനെ പേടിക്കണല്ലോ ഉമ്മാര് ഇവിടെ തൊട്ട കാട്ടിനതൊക്കെ എത്രണ്ണോ ഇച്ചിനോട് കയറ്റി വെച്ചേ റൈനോട് അപ്പുറത്ത് നിന്നുണ്ട് ഇച്ചിനോട് അതിന്റെ അപ്പുറത്ത് വേറെ റൈനോ ഉണ്ട് ചെറുതാണോ അതിവിടെ നിർത്തി ഇവിടെ നിർത്തി അവിടെ വേറെ എന്താ ഫ്രണ്ട് ലെഫ്റ്റിൽ എന്തായിരുന്നു അതൊരു കുഞ്ഞ് വേറെ റൈനോയാ അത് റൈനോട് അതാ റൈനോ ഓടിക്കുന്നുണ്ടോ മറ്റവനെ കേട്ടോ ആരായിരുന്നു കൂടെ അതൊക്കെ സഞ്ജയ ഞങ്ങളോട് ചോദിക്കണം ഞങ്ങൾക്കുണ്ടല്ലോ നാട്ടിലെ എല്ലാ മൃഗത്തിന്റെയും പേര് മലയാളത്തിൽ അറിയാം ഓന്ത് മരച്ചീന മരപ്പട്ടി കീരി പരുന്ത് പിന്നെ എന്താ പറയാ പ്രാപ്പിടിയൻ അല്ലെ മൂങ്ങ എല്ലാം ഞങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങളിതൊക്കെ നേരത്തെ പഠിച്ചു വെക്കണം ഇങ്ങനെയുള്ള സഫാരിക്ക് വരുന്നത് പക്ഷെ ഞങ്ങളുടെ ആനിമൽസ് ഒന്നും ഈ ആഫ്രിക്കൻ കാടുകളിൽ ഇല്ല കൂടുതൽ അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ആകെ ഒരു പുള്ളിമാനും ഒരു മാനേ അറിയത്തുള്ളൂ പിന്നെ ഒരു എന്നാ പറയുന്ന ഒരു പുള്ളിമാനും മാനും അത് ഇവിടെ ഒരു മാനെന്ന് പറഞ്ഞിട്ട് മാനെന്ന് പറഞ്ഞ ഒരുമാതിരി മാന അല്ലെ ഒത്തിരി മാനുമാരല്ലേ ഇവിടെ പല ടൈപ്പ് മാന നമുക്ക് ആകെ ഒരു ഇതാ ഒരുത്തരും അത് പറഞ്ഞപ്പോഴേ ലെസ് ബുക്ക് ആയിരിക്കും ചെറിയ കുറച്ച് ബുക്കുമായിട്ടാണ് സ്കൂളിൽ പോകുന്നത് അതുകൊണ്ടാണ് ലെസ് ബുക്ക് എന്ന് വിളിക്കുന്നത് തിരുത്തടി തന്നെ ലെസ് ബുക്ക് അല്ല ഇത് എങ്ങോട്ടാ പോകുന്നത് വണ്ടി എങ്ങോട്ടാ പോകുന്നത് ലെഫ്റ്റ് പോയിരിക്കും ഇല്ല റിവേഴ്സ് എടുക്കണം ലെസ് ബുക്ക് ആയിരിക്കും സാധിച്ചത് ലെസ് ബുക്കോ ബ്ലസ് ബുക്കോ ലെസ് ബുക്ക് അല്ല അപ്പൊ ഇതിന്റെ എല്ലാം പേര് നേരത്തെ പഠിച്ചു വെക്കണം ഇതിനെ സ്റ്റീം ചെയ്താ കഴിക്കണ്ടേ ഫ്രൈ അല്ല അതാണ് സ്റ്റീം കേട്ടോ എന്തോ ഹണ്ട് ചെയ്തിട്ടിട്ട് ചിലപ്പോ ടൈഗർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ല സ്മെല്ലായിരിക്കും നല്ല സ്മെല്ലായിരിക്കും ചേട്ടൻ ഗ്ലാസ് അടക്കടാ എന്തുവായിരുന്നു അത് പോട്ടെ ഫ്രഷ് ക്യാച്ച അല്ലേ കഷ്ടോ അതുകൊണ്ട് കൊള്ളാലോ നിങ്ങൾ അതിലും വലിയ ടീംസാണ് സൻസിയ ഇറ്റ്സ് നീ ആ പഠിക്കല്ലേ എന്നായിരുന്നു നമ്മൾ പറഞ്ഞ സൂര്യചക്രം എന്നാ പണ്ട് നമ്മൾ പഠിച്ചത് എല്ലാ പുഴു തിന്നും പുഴുവിനെ പരുന്ത് തിന്നും പരുന്തിനെ മനുഷ്യ ലൈഫ് സൈക്കിൾ വാട്ട് ഇസ് ദ ലൈഫ് സൈക്കിൾ സഞ്ജ പീപ്പിൾ ഈറ്റ് അങ്ങനെയാണോ Then it's grass, then maybe it's a grasshopper, then it was a worm, then it's a rat, then it's a cat, then it's a eagle, and then it's a lion. Something like that. And then the lion dies, and his body goes into the sand, and the whole thing starts again. See, that's a life cycle. എന്നാലും ഒരെണ്ണത്തിനെ ഇങ്ങനെ കൊന്നിട്ടിടുമ്പോ വിഷമം. That's a hunting, life. ജാഫർ കുഞ്ഞി. ജാഫർ ബേബിനെ കണ്ടോ മോനെ സ്മോൾ വൺ അല്ല അതിന്റെ കളർ അതിന്റെ ഫ്രണ്ടിൽ വലുത് വലുതുണ്ടല്ലേ ആദ്യം ജാഫർ കുഞ്ഞി ഒത്തിരി പൊങ്ങി കഴുത്ത് കണ്ട് അവിടെ കണ്ടു നോക്കുന്നു ബേബിനെ ആരടാ വാച്ച് ചെയ്യുന്ന നോക്കുന്നുണ്ടാ വരുന്നു കഴുത്ത് നോക്ക് ഹലോ ജാഫറെ നീ ഒത്തിരി വളരാനിരിക്കുന്നു എന്തോരം വളർന്നാലും നീ അത്രയും എത്തുന്നല്ലേ കണ്ടോ സിയാൻ ചോദിച്ചില്ലേ ബേബി ജിറാഫ് എങ്ങനെയാന്ന് കണ്ടോടാ അത്രേ ഉള്ളൂടാ സിയാനെ പോലെ തന്നെ ഫുഡ് കഴിക്കുന്ന വേഗം കഴിക്കാൻ പറയണം കണ്ടോ സിയാൻ നോക്കിക്കേ നടന്ന് പോവാ ഓക്കേ നൈസ് സിയാനെ തുറന്നു നോക്കിക്കോ ബേബിനെ ഷെയ്ഡിനകത്ത് കാണാൻ പോലും ഇല്ലല്ലേ ആദ്യം കണ്ട് നമ്മൾ ഇതിലും ചെറുതായിരുന്നു അല്ലേ അമ്മ ഓ ആ നെക്ക് കണ്ടോ അവൻ നിക്കുന്ന കണ്ട് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ വരുന്നുണ്ട് 3 എണ്ണം ഉണ്ട് കണ്ടോ
ഒരെണ്ണം ബാക്കിൽ കൂടെ നടക്കുന്നു, ഒന്ന് ഇവിടെ ലെഫ്റ്റ്, ഇവിടെ ഒരെണ്ണം ലെഫ്റ്റ്, ഒന്ന് മിഡിലുണ്ട്. വരും ആ ട്രീയുടെ ബാക്കിലാണ്. ഫാമിലി ആട്ടോടാ. ഇതൊക്കെ ഉണ്ടോ അവിടെ ചെറുതായിട്ട് നടന്ന് മാറുന്നുണ്ട്. ആ മരത്തിന് ഫ്രണ്ടിലോട്ട് വരുമായിരിക്കും അത്. എന്റെ പൊന്നോ, നമ്മളെ വഴി ബ്ലോക്ക് ചെയ്ത് വെക്കോട്ടോ. നേരത്തെ ആളുകളാണോ? അതെ, ഇത് ചെറുതും വലുത്, അമ്മയും മോനും. അതുകൊണ്ടില്ലേ എന്റെ പൊന്നോ, എങ്ങോട്ട് പോകും സഞ്ജയ? മുമ്പോട്ട് മെല്ലെ മെല്ലെ ഒട്ട് മെല്ലെ ഒട്ട് വെക്ക്. പോമോ അവര്? മെല്ലെ മെല്ലെ നിർത്താം. ഒച്ച ഉണ്ടാക്കാം, നിങ്ങൾ സ്ക്രീം ആക്കാതെ. എന്റെ പൊന്നോ, വളവില് വൈപ്പർ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അല്ല, ബ്ലോക്ക് ചെയ്യാ, പ്രൊട്ടക്ട് ചെയ്യാ. വേണ്ട, എനിക്ക് പേടിയാ. Oh, he wants to fight. He wants to fight them. Let's go back. Sorry. Peace. I don't need any. ഇവര് മാറി തരുമോ? No, he doesn't. മാറി തരുവോന്നോ? എങ്ങനെ? ഡ്രൈവർ ഒന്ന് The mother's ready to attack us. Do you have a lighter to show it? മെല്ലെ ഒന്ന് മുമ്പോട്ട് എടുത്ത് നോക്കി. ഇതിപ്പോ നമ്മുടെ ഇങ്ങോട്ട് വന്ന് ചാടിയാലോ? നോക്കി, ഒന്ന് ജസ്റ്റ് ഒന്ന് മുമ്പോട്ട്. വേണ്ട, അവന് പേടിയാ. ഇൻഷുറൻസ് ഞാനേ ശരി, വണ്ടി ഒന്ന് മെല്ലെ മുന്നോട്ട് എടുത്താൽ ചിലപ്പോ അങ്ങോട്ട് പോയിരിക്കും. ഡ്രൈവറെ ശരി, കുത്തി ഇങ്ങോട്ട് വന്നേ, എനിക്ക് പേടിയാ. Swap your driving seat. You go. ഇല്ലടാ, സാധാരണ അവരങ്ങ് മാറി തരും. കണ്ടോ മാറും. കണ്ടോ No. No, it's not gonna. അവന്റെ ബേബി ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി സൂക്ഷിക്കണം അല്ലേ? ബേബി ഉള്ളതുകൊണ്ട്. ഓക്കെ. Wait. We need help patience. Yeah. We really need patience. Yeah. They are slow. Or we will They get are big. attacked. They are big. സോ വി ഹാവ് ടു ബി പേഷ്യന്റ്. വേറെ ഒച്ച കേൾക്കുന്ന ഇവിടെ സൈഡിൽ നിന്ന് വല്ലവരും വന്ന് ഇടിച്ച് കയറുമോ? രണ്ട് സൈഡിലും കാടാ. ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് വന്ന് ഇടിച്ച് കയറി നമ്മൾ അറിയില്ല. Close your windows. ഓക്കെ, ഇച്ചിരി മുന്നോട്ട് ഒക്കെ. They're not moving. അപ്പം റിവേഴ്സ് എടുക്കണേ സ്ഥലവും ഇല്ല. Can we just move it? ഞാൻ മാറി തരുന്നേ, നിങ്ങൾ മെല്ലെ മെല്ലെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മെല്ലെ മാറി തരും. Don't honk. That's all. Amma, It's okay. stop. എന്തുവാടാ എടാ, നമ്മൾ എങ്ങനെയാ പോകുന്നത്? സ്റ്റോപ്പ് പറഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റുമോ? Wait, patience. പേഷ്യൻസ് ഉണ്ടാവണം അല്ലേ നമുക്ക്? Patience. വൈ Need patience. വൈ Patience is good. ഗുഡ് ഫോർ അസ്? വൈ അതർവൈസ് You're going to die. That's the only point. ബേബി, നമുക്ക് ആ ക്യൂട്ട് ബേബിനെ ഒന്ന് കാണിക്കുന്നില്ലല്ലോ അമ്മ അല്ലേ? ക്യൂട്ട്. You're not allowed to. അതാ പോകുന്നുണ്ട് കുലുക്കി. നല്ല രസമുണ്ടല്ലേ അവന്റെ പോക്ക് കാണാൻ. I'm scared. What if there's a rhino riding? കഴിഞ്ഞ ദിവസത്തെ സിയാന്റെ ബ്ലാക്ക് സ്മിത്ത് ഡോഗ് നമ്മളെ മലയിൽ കൊണ്ടുപോയവരുണ്ട് അല്ലേ? മൗണ്ടനിൽ കൊണ്ടുപോയി. Please, patience. കുറച്ചും കൂടെ മുമ്പോട്ട് പോലെ. Patience. Actually, if this thing turns around and attacks us, ശരിയോടെ മെല്ലെ അങ്ങ് പോ. അവനും പോകുന്നുണ്ടോ? കുഴപ്പമില്ല. എടാ, ഞങ്ങളൊന്ന് പോട്ടടാ, വഴി മാറിത്താടാ. Did you hear what Sian said? I wanted internet, but I'm going to die before internet. ബേബിനെ കേട്ടോ തിരിഞ്ഞു വരും കേട്ടോ, പെട്ടേന്ന് തിരിയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടാണ് എന്നോട് പോകാൻ പറയുന്നത്. ഇവന്മാരാണ് ഈ റോഡ് മൊത്തം വൃത്തികേടാക്കുന്നത് കണ്ടോ? Oh, they are the ones who put in here. അയ്യോ, ക്രോസ് ചെയ്തു കേട്ടോ, ക്രോസ് ചെയ്തു ഇങ്ങോട്ട് തിരിഞ്ഞു. Oh, ഇല്ല, അവര് പൂടുന്ന കുഴപ്പമില്ല. Go back. നിക്ക്, എനിക്ക് the rhino is like done. Oh, he's also put. Oh, നമ്മളെ ആനപ്പിണ്ടെന്ന് കരുതുന്നു, പക്ഷെ ആനപ്പിണ്ടോ അല്ല, ഇവന്മാർ ഈ റോഡ് മൊത്തം നാശിപ്പിച്ചിട്ടേക്കുക. told you it's a rhino. വണ്ടി സ്ലിപ്പായി പോകുന്നുണ്ട്, നോക്കണേ. പിന്നെ റൈനോയും ചെളിയും മഴയും. അയ്യോ, ഈച്ചകൾ കണ്ടോ? അയ്യോ മണം. സ്റ്റിങ് അല്ലേ? നല്ല സ്റ്റിങ് അല്ലടാ സിയാനെ? ഓക്കെ. I'm already dying. അയ്യോ, Not even run. Amma, slow down. Slow. സ്ലോ ഡൗൺ അല്ലേ?
എടാ നമ്മൾ എത്ര നേരമായിട്ട് സ്ലോ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് ഇവരൊന്നും. എടാ നിങ്ങളെ ഗോ ടു ദ ക്ലാസ് റൂംസ്, ഗോ ടു ദ കാർഡ്. They're not going to the other way. They're just walking. ചാർലി ഒത്തിരി വണ്ടി തെന്നി പോകുന്നുണ്ട്. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അയ്യോ വണ്ടി ആടുവാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കുഴപ്പമില്ല, അത് വണ്ടി ചെളി നിന്ന് പോയത് മൊമെന്റം പോയതുകൊണ്ടാണ്. കുഴപ്പമില്ല. അതോ ലഭാണെങ്കിൽ 4x4 എൻഗേജ് ചെയ്താൽ മതി. എങ്ങനെയുണ്ട്? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, മെല്ലെ മെല്ലെ അടുപ്പിച്ച് നോക്കാം, എല്ലാവരും മാറുമൊന്നുമില്ല. വണ്ടി സ്ലിപ്പ് ആവുക അല്ലേ? എടാ ഒന്ന് മാറിത്താടാവേ, ഞങ്ങളൊന്ന് പൊക്കോട്ടെ. എത്ര നേരമായിട്ട് Go at your house and eat. ഗോ ടു ദ ക്ലാസ് റൂംസ്. എന്ത് മനെ പോന്നില്ലടാ, പോത്തില്ല, അവര് പോയിട്ടേ പോത്തുള്ളൂ. ഓ റിസ്ക്. ഇത് നൈസ് ഷോട്ട് കേട്ടോ. ടു ബിഗ് ബംസ്. ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആട്ടോ ആ അമ്മ അല്ലേ? ചെറുതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്താ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് വൈറ്റ് റൈനോസ് എസൻസിയ, ബിക്കോസ് യു സീ ഇത് ബ്ലാക്ക് റൈനോസ് കൊണ്ട് ലിറ്റിൽ മോർ ഇങ്ങനെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള സ്കിൻ ടോണാണ്, അങ്ങനെ വലിയ ബ്ലോക്ക് പോലെ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന റൈനോസ് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഷെൽ ടൈപ്പ് ഓഫ് സ്കിൻ ടോണാണ് കാണുന്നത്. പക്ഷേ എത്ര നേരം നമ്മുടെ കൂടെ വരും ഇവര് സിയാൻ നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവര് നമ്മുടെ വഴി കാണിച്ചുകൊണ്ട് പോവാ കഴിഞ്ഞത്. അത് കണ്ടു, അത് മനസ്സിലായി. നിങ്ങളെല്ലാം എക്സ്പേർട്ട് വൈൽഡ് ലൈഫ് ഗൈഡുമാർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ബേബി അല്ലെന്ന് തോന്നുന്നു. അത് അത്ര അല്ല ബേബി അല്ല, മെയിലല്ലേ? അത് മെയിലല്ലേ? ഫൈനലി കുഞ്ഞു പോവാൻ വേണ്ടിയാന്ന് തോന്നുന്നു അമ്മ വെയിറ്റ് ചെയ്യും. കുഞ്ഞ് വഴി മാറി. അങ്ങനെ ഫൈനലി നമുക്ക് വഴി തന്നിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു മക്കളെ. എത്ര നേരമായി ഞങ്ങളെ വഴി മുടക്കുന്നു. ഓക്കെ ഓ വണ്ടി സ്ലിപ്പ്. അതാ വണ്ടി അതിന്റെ ഇടയ്ക്ക് വണ്ടി കൊണ്ടുപോയി സ്ലിപ്പ്. ഒരു മിനിറ്റ് 4x4 എൻഗേജ്. ഒരു മിനിറ്റ് ന്യൂട്രൽ ഇട്ട്. അയ്യോ റൈന ഇങ്ങോട്ട് വന്നേക്കരുത് ഇപ്പൊ കേട്ടോ. ഓക്കെ ഇനി റൈറ്റിലേക്ക് പിടിച്ചിട്ട് മെല്ലെ എടുത്താൽ മതി. ഒരു മിനിറ്റ് ഞാൻ പറയുമ്പോൾ എടുത്തു. ഓക്കെ റോഡ് മഴ പെയ്തോടുകൂടി തെന്നി തെളിച്ച് കിടക്കുവാണ്. നല്ല സ്ഥലത്ത് തന്നെയാണ് റോഡും തെന്നി തെളിഞ്ഞ് കിടക്കുന്നത്. നമ്മൾ അയ്യോ ഇപ്പോൾ വണ്ടി സ്ലിപ്പായിട്ട് മരത്തേലോട്ട് പോയി കയറുക സൈഡിലോട്ടെ. ഇപ്പൊ ഈ ചെളി, ഇവിടുത്തെ മണ്ണ് ഈ ചുമന്ന മണ്ണ് ടൈപ്പാ, ഈ ചെളി പിടിക്കുന്ന കൂടെ മണ്ണ്, അതാ വണ്ടി തെന്നി പോകുന്നത്. ഒന്ന് ഓക്കെ. ഇപ്പൊ റൈനോ കറക്റ്റ് നമ്മളെ റൈനോ വിട്ടുപോയി. ആ സമയത്ത് തന്നെ വണ്ടി അത് നേരത്തെ തൊട്ട് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു അല്ലേ? നേരത്തെ തന്നെ എവിടെയൊക്കെ സ്ലിപ്പായി പോയിട്ടുണ്ട് ആൾക്കാർ. എല്ലാം സൈഡിലോട്ട് പിടിച്ചോ കുഴപ്പമില്ല. ഓക്കെ അവരവിടെ ഉണ്ട്. റൈനോയുടെ മുമ്പിൽ നിന്നൊക്കെ ആണ് മഴയും ചെളിയും കൂടെ വന്നു കഴിഞ്ഞാൽ അതാ അവര് പറഞ്ഞത്, നിങ്ങൾ പോവണ്ട, പിന്നെ അത്ര ഡീപ്പ് പോകരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം. റെയിനി ഡേ ആണ്. അയ്യോ ഇങ്ങോട്ട് ഒന്ന് എന്താ ഡ്രൈവറെ, വണ്ടി മരത്തിലൊക്കെ പോയി കേറുവോ? നോക്ക് ചെളി ആയതുകൊണ്ടാ. കുഴപ്പമില്ല. തെന്നി കിട്ടുന്നുണ്ടോ? തെന്നി പോവാ കിട്ടുന്നില്ല. ഒന്നുകൂടെ എടുത്ത് കാല് കൊടുത്തെടുത്ത് എടുക്കുന്നില്ല. ഒരു മിനിറ്റ് ഒന്നും കൂടെ പിടിച്ചോ. ഓക്കെ ഒന്നുകൂടെ എടുത്ത് ഒന്നുകൂടെ പിടിച്ചേ. കിട്ടുന്നില്ല. ഒന്നുകൂടെ ഓക്കെ ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ന്യൂട്രൽ ഇടുക വണ്ടി. ഇത് കഴിഞ്ഞിട്ട് വെച്ചുണ്ട്. ഇപ്പൊ അതിന്റെ ഡിഫറൻസ് കാണണേ. ഇനി റിവേഴ്സ് അല്ല എടുക്കണ്ട ഡാർലിക്ക്. ഒരു മിനിറ്റ് റിവേഴ്സ് ഇട്ടു. ഉണ്ടോ എന്ത് സ്മൂത്ത് ആയിട്ടാ കയറി പോരുന്ന നോക്കി. സ്മൂത്ത് ആയിട്ട് കയറി പോരുന്നുണ്ടോ? അതാണ് അതിന്റെ ഗടി കേട്ടോ. ഇനി എടുത്തോ. എന്താ ഡ്രൈവർ പറഞ്ഞു? എന്ത് സ്ലിപ്പറിയാന്ന് റോഡ് ഇങ്ങനെയുണ്ടോ? റൈറ്റിലോട്ട് എടുക്കുമ്പോ ലെഫ്റ്റിലോട്ട് പോകും അല്ലെ? അതെന്നാന്നറിയാവോ? അത് ഇങ്ങനത്തെ മണ്ണും ഇങ്ങനത്തെ മഴയും ഓരോ ടെറൈനും പഠിക്കണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേ. അപ്പൊ പല ടെറൈനും പല സ്വഭാവമാണ്. നമുക്ക് ഇവിടെ എന്തോ നമ്മളൊരു ലേക്ക് പോലെ കണ്ടായിരുന്നു. അതാണ് ഞാൻ നിർത്താൻ പറഞ്ഞത്. ഏതൊക്കെയാലും കുഴപ്പമില്ല. എൻഗേജ് ചെയ്യുമ്പോൾ ന്യൂട്രൽ ഇട്ടിട്ട് എൻഗേജ് ചെയ്യണം. വണ്ടി ഫുൾ മോഷൻ നിർത്തി സ്റ്റേബിൾ ആയതിനു ശേഷം വണ്ടി ന്യൂട്രൽ ഇട്ടിട്ട് എൻഗേജ് ചെയ്തതിന് ശേഷം പിന്നെ ഡ്രൈവിലിടണം. അങ്ങനെ അവർ പറയുന്നത്. ഇങ്ങനെയുണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഈസി ആയി. പണ്ടൊക്കെ ഇതിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്വിച്ച് ഇട്ടാൽ മതി.
അപ്പോഴേക്കും വണ്ടി ഈസി ആയിട്ട് ഗ്രിപ്പ് എന്ത് വ്യത്യാസം നോക്കിയല്ലേ, അയ്യോ നേരെ മറ്റേത് തെന്നി പോവല്ലായിരുന്നു. അങ്ങനെ അതൊക്കെയാണ്. അപ്പം ഡാർലി ഫുൾ റെഡി നെക്സ്റ്റ് ട്രിപ്പ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെളിക്കകത്ത് കിടക്കുന്നു 2 എണ്ണം. സ്ലീപ്പിംഗ് റൈനോസ് അല്ലേ, 2 എണ്ണം കിടന്ന് ഉറങ്ങും. അവന്മാർക്കൊക്കെ ഉറക്കമാട്ടോ. ഇവര് രാത്രിയിലാണ് കൂടുതലും ബിസി തോന്നുന്നു അല്ലേ, രാത്രിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള റൈനോസാ അല്ലേ. നിർത്തണ്ട, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ റൈനോസാ. ഡോണ്ട് ഡിസ്റ്റർബ് അല്ലേ, ഉറങ്ങുന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുത് അല്ലേ. നമ്മളിപ്പോ രണ്ടുപേരും എന്തോരം നേരം നമുക്ക് ബ്ലോക്ക് ആക്കി. വെരി സാറ്റിസ്ഫൈങ് സ്പോട്ടിങ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ പറ്റിയല്ല അല്ലേ. നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഇത്രയും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് റൈനോസിനെ ഇനിയിപ്പോൾ വേൾഡിൽ അധികം പിന്നെ ലൈവ് ടെറൈനിൽ അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറി പോയി കാണാനുള്ള ഹോപ്പുകളൊക്കെ കുറഞ്ഞു വരുവാണ്. ഇപ്പോൾ വന്ന് ഇപ്പം പിന്നെ മൃഗശാലകളിലൊക്കെ ഉള്ളൂ റൈനോസ്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന ഇതാണ് ഹിലാനി അല്ലേ. ഹിലാനി എന്നാ പറയുന്നത് അല്ലേ. ഹിലാനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. ഹിലാനി നാഷണൽ പാർക്ക് സ്വാതിനി നിങ്ങൾ പോരെ. റൈനോസിന് ഇഷ്ടപടി. അത് മാത്രമല്ല, ഇനി റൈനോ വോക്ക് ചെയ്യണമെങ്കിൽ അതും ഉണ്ട്. അങ്ങനെ സെൽഫ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സെൽഫ് ഡ്രൈവ് റിസ്ക് ചെയ്യാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപടി അല്ലേ. അതും റൈനോസ് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപടി ആനിമൽസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ, ഞാൻ ബാംഗ്ലൂർ പന്നർകട്ടയിലൊക്കെ പോകുമ്പോൾ നമ്മള് ഇന്ത്യയുടെ ജിറാഫോ ഇതാക്കുമല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോരം സ്പോട്ടിങ് ആണെന്നറിയോ. ഇഷ്ടംപടി സ്പോട്ടിങ് ഉണ്ട്. ജിറാഫ് എല്ലാ സാധനവും ഉണ്ട്. ഞാൻ വെൽ സ്പോട്ടഡ് ജിറാഫ് അങ്ങനെ ഉണ്ട്. അപ്പൊ വിടാം. ഈ സൈഡിൽ മാനുണ്ടോ? എവിടെ? ഇത് തൊട്ടടുത്ത് അല്ലേ, ഇവിടെ ഉണ്ട്. മുമ്പിൽ നിൽക്കുന്നു, വരുത്താൻ നിൽക്കുന്നു. റൈനോ വോക്ക് അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. റൈനോ വോക്കിന് 13 years above പറ്റത്തുള്ളൂ. അതെ, റൈനോ വോക്ക് ശരിയാ, 13 years കൂടുതൽ പറ്റൂല. 1.5 hour to 2 hour അതിനു വേണ്ടി സമയം കണ്ടെത്തണം. പിന്നെ അതൊക്കെ എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കണ്ടടാ മുമ്പിലും ഉണ്ടടാ, നമുക്ക് റൈറ്റിലോട്ട് തിരിയാം അല്ലേ. ഇഷ്ടംപടി സ്പോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. എങ്ങോട്ട് നോക്കിയാലും കുഞ്ഞ മാൻ തൊട്ട് ക്യൂട്ട് തൊട്ട് വൈൽഡ് തൊട്ട് എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ മുമ്പിലും എല്ലായിടത്തും ആനിമൽസ് ആണ്. പല വെറൈറ്റി ഓഫ് മാൻസിനെ കാണാൻ പറ്റും. മാൻസ്, സ്പ്രിംഗ് ബോക്ക്, എന്നൊക്കെയായിരുന്നു സൻസ്, വാട്ടർ ബോക്ക്, ലെസ് ബുക്ക്, പിന്നെ എന്തൊക്കെയായിരുന്നു വേറെ പല ബുക്കുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം അത് പറഞ്ഞപ്പോഴാണ്, ഇവിടുത്തെ നാഷണൽ ഗെയിം ഇവിടുത്തെ അല്ല, സൗത്ത് ആഫ്രിക്കയിൽ, നമ്മൾ വേറെ രാജ്യം എന്നുള്ള കാര്യം വിട്ടുപോയല്ലോ. സൗത്ത് ആഫ്രിക്കയിലെ നാഷണൽ ഗെയിമായിട്ട് അവരുടെ ഏറ്റവും ക്രിക്കറ്റ് പോലെ തന്നെ ക്രിക്കറ്റിനേക്കാൾ ഒരു പിടി കൂടുതൽ നിൽക്കുന്നതാണ് റബ്ബി എന്ന് പറയുന്ന ഒരു ഗെയിം. ഇന്ത്യക്കുണ്ട് റബ്ബി, പഴയ രാഹുൽ ബോസ് ഒക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പം പഴയ സിനിമ നടനെ. പിന്നെ ആ റബ്ബിക്ക് ഒരു പേരുണ്ട്, നമുക്ക് എന്താ പറയാ, സ്പ്രിംഗ് ബോക്സ് എന്നാ പറയുന്നത്. അതെന്ന് വെച്ചാൽ അവരിങ്ങനെ ചാടി പോകാനുള്ള കഴിവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ പേരാണ് ഉള്ളത്. അപ്പൊ അതിന് സ്പ്രിംഗ് ബോക്സ്. അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന് പ്രോട്ടിയാസ് എന്നാ പറയുന്നത്. പ്രോട്ടിയാസ് എന്ന് പറയാൻ കാരണം ഇവിടുത്തെ നാഷണൽ ഫ്ലവറിന്റെ പേരാണ് പ്രോട്ടിയാസ്. അപ്പൊ അവരെ പ്രോട്ടിയാസ് എന്ന് വിളിക്കാറുണ്ട്. അത് ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നാണെങ്കിലും വളരെ നൈസ് ഒരു പിന്നെ സ്പോട്ടിങ്, നൈസ് ഒരു ഡ്രൈവിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, പിള്ളേർക്കും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങള് അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? നൈസ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇനി എത്ര കാലം ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ആനിമൽസിനെയൊക്കെ ഇങ്ങനെ പോയി സ്പോട്ട് ചെയ്യാനും ഒക്കെ ഒത്തിരി കാലത്തുണ്ടാവുന്ന. പ്രത്യേകിച്ച് ഈ നമ്മൾ പറയാം ആഫ്രിക്കയിലാണ് ആനിമൽസ് മൊത്തം. ആഫ്രിക്കയിൽ പോലും ഞാൻ മൊത്തം സഞ്ചരിച്ചപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ റിസർവ്ഡ് പാർക്കുകളിൽ മാത്രമേ ഉള്ളൂ ആനിമൽസ്. അല്ലാതെ ഉള്ളത് വളരെ നമ്പേഴ്സ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം കൂടെ ഞങ്ങൾ ഇന്ന് കേട്ടു. നമുക്ക് എന്തായിരുന്നു, നമ്മൾ ക്രൂഗറിൽ സാൻസിയല്ലേ ഇന്നലെ ആ ന്യൂസ് റീഡ് ചെയ്ത്. Dinosaur. Okay, Dali. Okay, we have to make a reverse here because we can't go that way. Okay, അതിന്റെ അകത്ത് ലൈൻ, അതിന്റെ അകത്തോട്ട് റിവേഴ്സ് പോകണം. സഞ്ജയ എന്തായിരുന്നു ഫൈൻഡിങ് ക്രൂഗർ നാഷണൽ പാർക്കില്? Recently there has been a dinosaur fossil found and it's a lizard and it only eats berries now. ഓക്കെ, ലിസേർഡ് എന്ന് പറയുമ്പോ നമ്മള് മറ്റേ ഓന്ത് അല്ലേ, ആ ടൈപ്പ് അല്ലേ, പല്ലി. ഓന്ത്
ഓന്ത് പല്ലി വർഗത്തിൽ പെട്ടതാണ്. പക്ഷെ അതിന്റെ ഫോസിൽ ഞാൻ പടം കണ്ടപ്പോൾ ഒത്തിരി വലുതാട്ടോ. നമ്മൾ വിചാരിക്കും ചെറിയ പല്ലിയാന്ന് വിചാരിക്കില്ല. ഡൈനോസർ ഇനത്തിൽപ്പെട്ടത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സൈസ് വഹിക്കാമല്ലോ, വലിയൊരു ഇതാണ്. അതിന്റെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടില്ല. മേ ബി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ക്രൂഗർ വിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫോസിൽ വല്ലതും അതിപ്പോഴും അതിന്റെ ജസ്റ്റ് റീസെന്റ് ഡിസ്കവറി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പബ്ലിക്കിനൊക്കെ ഓപ്പൺ ആയോ എന്ന് അറിയത്തില്ല. എന്താ അതിന്റെ പ്രത്യേകത തന്നെ നീ വായിച്ചത്? ബെറീസോ? ബെറി ഈറ്റർ. അതിന്റെ പേരെന്നാ? I don't know how to pronounce it, but it's so super. I don't know how to pronounce it properly. Did they say anything? What did you read? The only information they gave us, it's a lizard and it eats berries, and then they showed us. ബെറി പറയുമ്പോ ഒന്ന് ഓർത്തിക്കാറില്ല. ഇതാണ് കാട്ടിൽ ഇങ്ങനത്തെ ബെറീസ് ഉണ്ട്. അതാണ് ബെറീഡ് ഈറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മൾ കഴിക്കുന്ന ബെറികളുണ്ടല്ലോ അല്ലേ, അത് മാത്രം കഴിച്ച് ഇച്ചിരി പുറകോട്ട് എടുക്കാൻ പറ്റുമോ? വേണ്ട, എടുക്കുന്നത് ഇതാണ്. ഇതൊക്കെ ബെറീസ് ആണ്, കാട്ടിൽ കാണുന്ന ബെറീസ് ആണ്. അപ്പം ആ ബെറികൾ കഴിച്ചോണ്ട് അതിനെന്തോ പേര് നീ ഇന്നലെ പറയുന്നത് കേട്ടായിരുന്നു. എന്തായിരുന്നു പേര് പറഞ്ഞേ? ഓക്കെ, എന്നാണെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് പല പല കാര്യങ്ങൾ പിള്ളേർക്കും ഒരു ഇത് ഇങ്ങനെ ഒരു സഫാരിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണമെന്നോ ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നാണെങ്കിലും കണ്ടു ഇഷ്ടം പടി. അപ്പം ഞങ്ങള് ഏകദേശം ഇതിനോട് ബൈ പറയേണ്ട സമയമായി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു ഒരാളി. ഇവിടുന്നല്ല, നമ്മൾ ആദ്യം റൈറ്റ് തിരിഞ്ഞു. ഓ എന്തോരും അല്ലേ, മാനേ മധുര കിഴങ്ങി ഒന്ന് നിന്നാട്ടെ. ഇഷ്ടം പടി കേട്ടോ, ഇഷ്ടം പടിയുണ്ട്. അതാ മറ്റവൻ ആ വെള്ള ബ്ലാക്ക് സാധനം അല്ലേ, വരയുള്ളത്. അപ്പം നമ്മൾ ആനയെ കണ്ടിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല. ആനനെ നമ്മൾ എപ്പോഴും കാണുന്നല്ലോ അല്ലേ. ലയൺ അല്ലേ? വിത്തൗട്ട് എ ലയൺ. ലയണ് ഭയങ്കര പാടാ സ്പോട്ട് ചെയ്യണമെങ്കിൽ. സെൽഫ് ഡ്രൈവ് ലൈൻ സ്പോട്ടിങ് നമുക്ക് അത് റിസ്ക്കുമാണ്. എനിക്ക് തോന്നുന്നില്ല അവർ ലൈൻ ടെറിട്ടറിയിൽ നമ്മളെ അലൗ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ എന്നാ വെച്ചാൽ അവിടെ ചെന്ന് നമ്മളെന്തെങ്കിലും, പക്ഷെ ക്രൂഗർ നാഷണൽ പാർക്കിൽ അങ്ങനെയല്ല. അവിടെ നമുക്ക് എല്ലാ ആനിമൽസിനെയും സ്പോട്ട് ചെയ്യാൻ ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗസ്റ്റിനെയും കൊണ്ട് പോയപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ ആനിമൽസിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് ചീറ്റ. അതേപോലെ പക്ഷെ ക്രൂഗറിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ക്രൂഗർ എന്ന് പറഞ്ഞാൽ ബിഗ് ഏരിയ ആണ്, അങ്ങനെയുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങള്. അപ്പം നമുക്ക് നമ്മുടെ എക്സിറ്റ് പിടിക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ഒത്തിരി ജേണി കിടക്കുന്നുണ്ടോ. 11 മണിയായി ഡാർലി. നമുക്കിനി തിരിച്ച് ഒരു 8 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. 8 മണിക്കൂർ ഡ്രൈവ് പിടിക്കല്ലേ? സ്പീഡ് വിട്ടോ? 8 മണിക്കൂർ ഡ്രൈവ്. മെല്ലെ സ്പീഡ് വിടാൻ പറഞ്ഞപ്പോ ഇവിടെ ഹമ്പ് വിടണ്ട. നമ്മുടെ 8 മണിക്കൂർ 16 മണിക്കൂർ ആവില്ല. ഡാർലി പിടിച്ച 8 മണിക്കൂർ 16 ആവുന്നു അല്ലേ? കൊള്ളാം. അപ്പം എന്തൊക്കെയാണെങ്കിലും നമ്മള് മഴയാണ്, റോഡ് തെന്നി കിടക്കുകയാണ്. അധികം ഇവിടെ സ്പീഡ് വിടുന്നത് മണ്ടത്തരമാണ്, നമ്മൾ കാട്ടിപ്പോകും. ഓക്കെ, വീണ്ടും സ്പോട്ടിങ് തന്നെ കേട്ടോ. അവർ സഫാരിക്കാര് ജിറാഫിനെ കിട്ടി അവർക്ക്. അപ്പൊ നമുക്കിത് എക്സിറ്റ് എടുക്കാം, പോവാമല്ലേ? നമുക്ക് പോവാം, ഒത്തിരി ജിറാഫിനെ കണ്ടല്ലോ. അങ്ങനെ നമുക്ക് എക്സിറ്റ് എത്താനായി. അപ്പം നമ്മള് നോ എൻട്രി. ഓക്കെ, അപ്പം ലയണിന്റെ സ്പോട്ട് അതല്ലേ. അപ്പം നമ്മൾ പുറത്തിറങ്ങുവാണ്. അപ്പം ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡർ ആൻഡ് ബൈ ഫ്രം ഹിലാനി നാഷണൽ പാർക്ക്. Bye bye.